ഇന്ന് നമ്മൾ കുട്ടികളായിട്ട് കറങ്ങാൻ പോണത് പവായ് ഹീരാനന്ദാനിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് IIT ബോംബെ. അപ്പോൾ കുട്ടികൾക്കത് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് പോയി. അത് വിചാരിച്ച പോലെ ഒന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് ഇതാ ഒരു എൻട്രൻസിൻ്റെ അവിടെ മാത്രമാണ് നമുക്ക് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ തന്നെ ഒരു 100,000 സെക്യൂരിറ്റി പരിപാടികളാണ്. അത് കണ്ടപ്പോൾ തന്നെ ആ ഒരു മൊത്തം ഇത് കണ്ടപ്പോൾ തന്നെ മിഥുനൊക്കെ എന്തായാലും അതിൽ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പിള്ളേരെ ഇഷ്ടം, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക കാര്യങ്ങൾ. പക്ഷേ ചുമ്മാതല്ല IIT ബോംബെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ IIT എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് അത് ഒരു വൺ സെക്യൂരിറ്റി സിസ്റ്റം തന്നെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റാഫിന് എന്നും കിടക്കണമെങ്കിലും കുട്ടികൾക്ക് എന്നും കിടക്കണമെങ്കിലും ഒക്കെ ഒരു വേറെ തന്നെ ലോകമാണ് കേട്ടോ. അപ്പോൾ അതിൽ പഠിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിൽ മൊത്തം കാണാനും പരിപാടികൾക്കൊക്കെ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഹീരാനന്ദാനി വന്നു. ഈ ഒരു ഡ്രസ്സ് അടിപൊളി ഒരു കോട്ട് സെറ്റാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കാം. അതേപോലെ ഹീരാനന്ദാനി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പവായിലൊന്ന് മസ്റ്റായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യാം. കുറേ ഷോപ്പിംഗ് ഉണ്ട്, ഫുഡ് ഉണ്ട്, അതുപോലെ കാണാൻ ഭയങ്കര എസ്തറ്റിക്കാണ്. രംഷേട്ടൻ ഞാൻ കല്യാണം കഴിയുന്ന സമയത്ത് ഇവിടുത്തെ ഓഫീസിൽ MNCയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ വർഷം തന്നെ ആദ്യം കണ്ടത് ഈ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലെന്നും അത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. KFC പോലും ഭയങ്കര എസ്തറ്റിക്കാണ്. അവിടെ ചെന്ന് നമ്മൾ KFC ഒക്കെ കഴിച്ച് അവിടുന്ന് ചോക്കോലാവയൊക്കെ കഴിച്ച് ഒരു ഫുൾ ഡേയിൽ ഒരു ഹാഫ് ഡേ നമ്മൾ ഫുൾ കറങ്ങി ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല രസമാണ്. രാത്രിയാണെങ്കിലൊക്കെ അതിൻ്റെ തൊട്ടടുത്ത് പവായി ലേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പഴയ ഫോട്ടോ ഒക്കെ റീക്രിയേറ്റ് ഒക്കെ ചെയ്ത് നമ്മളിതേ തിരിച്ചു പോയി.